എന്നാലും എന്റെ ചേച്ചി എന്തൊരു നല്ല കുട്ടിയായിരുന്നു അശ്വതി. ഈ നാട്ടുകാർക്കൊക്കെ അവളെ എന്തൊരു ഇഷ്ടമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ മൂത്ത മകന്റെ ഭാര്യയല്ലേ, ആദ്യമായിട്ട് ഇങ്ങോട്ട് വലുതുകാരി വെച്ച് കേറി വന്ന മരുമോളല്ലേ. അപ്പൊ അത് ഇവിടുന്ന് മനസ്സ് വിഷമിച്ച് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാല് ചേച്ചി ഒന്നും കൂടെ ശ്രദ്ധിക്കണമായിരുന്നേ ഞാൻ പറയുള്ളൂ. ചങ്ക് പൊട്ടി ആകെ വിഷമിച്ചായിരിക്കും എന്റെ മക്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്റെ ബിന്ദു, ഞാനൊന്നും അറിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോയ നേരത്ത് അവര് പോയില്ലേ. പക്ഷെ ചേച്ചി, നാട്ടുകാര് പറയുന്നത് എന്താ ബിന്ദു? എന്താണെങ്കിലും പറഞ്ഞു. എന്റെ മകനും ഭാര്യയും ഇവിടുന്ന് ഇറങ്ങിപ്പോയതിലും വലിയ വിഷമമൊന്നും ഇനി എനിക്ക് വരാനില്ല, എന്ത് കേട്ടാലും. അതുകൊണ്ട് നീ പറഞ്ഞു. ചേച്ചി, ഈ നാട്ടുകാര് പറയുന്നതേ, ചേച്ചിയുടെ ഇളയ മരുമകള് ഗർഭിണിയായപ്പോ പ്രസവിക്കാത്ത മൂത്ത മരുമകളെ ചേച്ചി ഇവിടുന്ന് ഇറക്കി വിട്ടെന്നാ എല്ലാരും പറയുന്നത്. പ്രസവിക്കാത്ത മരുമകളുടെ കണ്ണ് ഇളയതിന് കിട്ടണ്ടെന്നും പറഞ്ഞ് അതിനെ വിഷമിപ്പിച്ച് ഇറക്കി വിട്ടെന്നൊക്കെയാ എല്ലാരും പറഞ്ഞു നടക്കുന്നേ. നാട്ടുകാരുടെ വായല്ലേ ചേച്ചി, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. ഉം സ്വാഭാവികം, അവര് പറഞ്ഞോട്ടെ. അല്ലേ ചേച്ചി, മൂത്ത മോനും ഭാര്യ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് എങ്ങോട്ടാ പോയെന്ന് വല്ല വിവരമുണ്ടോ? ഒരാഴ്ചയായില്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്. പോയ അന്ന് തന്നെ മോൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് മംഗലാപുരത്താ ഉള്ളത്. മോൻ അവിടെയാണല്ലോ ജോലി. മകൻ മാത്രമേ വിളിച്ചുള്ള ചേച്ചീനെ. അശ്വതി വിളിച്ചായിരുന്നോ? നല്ല സങ്കടമുണ്ട്. പിന്നെ അവക്ക് വിഷമമില്ലാതിരിക്കുമോ? അമ്മാതിരി വർത്താനമല്ലേ രമ്യ അവളോട് പറഞ്ഞത്. രമ്യ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പം അശ്വതിക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാമോ? നിലത്തൊന്നും അല്ലായിരുന്നു അവള്. അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കലും നോക്കലും. എന്നിട്ട് അവസാനം ഒരു വയറുവേദന എടുത്തപ്പോ അവള് പറഞ്ഞു കളഞ്ഞില്ലേ, അശ്വതി ഭക്ഷണത്തിൽ എന്തോ കലക്കി കൊടുത്തിട്ടാന്ന്. അത് അവക്ക് താങ്ങാൻ പറ്റുമോ? ആ വിഷമത്തിലല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. കഷ്ടമേ, കഷ്ടം തന്നെ. ഓ, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ഹും. എന്നാലും എന്റെ പൊന്നു രമ്യേ, നീ കാണുന്നതിനെ കഴിഞ്ഞ് മുമ്പേ ഞങ്ങൾ അയലോക്കംകാര് കാണാൻ തുടങ്ങിയതാ അശ്വതിയെ. ഓ, അവളോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. അറിഞ്ഞോണ്ട് ഒരു ഉറുമ്പിനെ പോലും നോമിക്കാതെ അവൾ അശ്വതി മോള്. ആ അവളെയാണ് ഇവിടുന്ന് അങ്ങനെ ഇറക്കി വിട്ടത് നീ. എനിക്കറിയാൻ ചേച്ചി. പിന്നെ അമ്മ വന്നിട്ട് അശ്വതി ചേച്ചി ഒന്ന് സൂക്ഷിക്കണം, കുട്ടികളില്ലാത്തതുകൊണ്ട് കുശുമ്പ് കാണും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ, അമ്മയുടെ ഓത്താണോ? ഓ, കൊള്ളാം കൊള്ളാം. അതുകൊണ്ടല്ല ചേച്ചി, അന്ന് തന്നെ പെട്ടെന്ന് എനിക്ക് വയറുവേദന കൂടി വന്നപ്പം അമ്മ പറഞ്ഞതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അല്ലാതെ മനസ്സറിവോടെ അല്ല ഞാൻ അശ്വതി ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാലും എന്റെ പൊന്നു മോളെ, നീ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. പണ്ടെന്റെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണേ, വിധവകളുടെയും പ്രസവിക്കാത്ത സ്ത്രീകളുടെയും കണ്ണീരുണ്ടല്ലോ, ആ അതിന് നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് എന്റെ മോളൊന്ന് സൂക്ഷിച്ചു. ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ചേച്ചിയോട് ഞാൻ മലയാളത്തിന്റെ ഭാഷയിലാ പറഞ്ഞേ അന്ന് എന്താ സംഭവിച്ചെന്ന്. എന്റെ മനസ്സറിവ് പോലും ഇല്ലാതെ എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് അങ്ങ് വീണു പോയതാണ്. അതിന് ചേച്ചി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ, അതിന് നീ എന്തിനാടി വേണ്ട എന്നോട് ചൂടാകുന്നത്? അയ്യോ, ആ കൊച്ചിനോട് വേണ്ടാതീനോ പറഞ്ഞതിനെ ഇറക്കി വിട്ടേച്ചിട്ട് ഓ എന്നോട് ചൂടാകുന്നു. അയ്യോ. ഓഹോ, ഇത് വേറെ രീതിയിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഓരോരുത്തർ ചോദ്യം ചെയ്യാൻ വരാനായോ? എന്താടി നിന്റെ മുഖം വീർത്തിരിക്കുന്നത്? നിന്നെ കടന്നല് വല്ലതും കുത്തിയോ? ആ, കടന്നില് കുത്തി. അപ്പുറത്തെ വീട്ടിലെ ബിന്ദു ചേച്ചി വന്നായിരുന്നു ഇന്ന്. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവര് പോയത് അറിയോ? ഭീഷണിയോ? എന്ത് ഭീഷണി? നിങ്ങളുടെ ചേട്ടന്റെ ഭാര്യയെ ഞാനാണ് ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന്. അവരെ വിഷമിപ്പിച്ച് ഇറക്കി വിട്ടതിന്റെ ഫലം ഞാൻ അനുഭവിക്കും പോലും. ഇത് ഞാനൊരു കാര്യം പറയാം. പെട്ടെന്ന് എനിക്ക് വയ്യാണ്ടായപ്പം ഞാൻ എന്തൊക്കെയോ ചേട്ടത്തിയോട് പറഞ്ഞു പോയി. നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് നീ ഒന്ന് ഓർത്താ കൊള്ളാം. ചേട്ടത്തി കൊച്ചിനെ കളയാൻ നോക്കിയെന്ന് നീ പറഞ്ഞത് ചില്ലറ കാര്യം വല്ലതുമാണോ? ആ പറഞ്ഞു. ഒരു ഗർഭിണിയുടെ ആ സമയത്തെ ടെൻഷനും വിഷമവും പേടിയും കൊണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോയതാ. അല്ലാണ്ട് മനഃപൂർവ്വം പറഞ്ഞതല്ലെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. എന്നിട്ട് നാട്ടുകാരോട് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് എന്റെ മെക്കിട്ട് കയറിക്കാൻ നോക്കിയാണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ അമ്മ ഓരോന്ന് ഊതി കൊടുത്തോണ്ടാണല്ലോ ആ ബിന്ദു ചേച്ചി എന്നോട് വന്നിട്ട് അത്രയും വർത്താനം പറഞ്ഞത്. ഏ, ഇവിടെ വന്നിട്ട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ അവർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ആ ധൈര്യം നിങ്ങളുടെ അമ്മ കൊടുത്തതല്ലേ, അല്ലേ? എന്താടാ? ഏ, എന്തിനാ രണ്ടുപേരും കൂടെ വഴക്ക് കൂടുന്നേ? എനിക്കൊന്നും അറിയില്ലമ്മേ, ഇവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിപ്പോ വരാം. എന്താ രമ്യ പ്രശ്നം? അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല അല്ലേ? അപ്പുറത്തെ വീട്ടില് ബിന്ദു ചേച്ചി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയത് അമ്മ അറിഞ്ഞായിരുന്നോ? അല്ല, അവരെന്റെ ആരാ? അവരുടെ വായിലിരിക്കേണ്ട കേൾക്കേണ്ട കാര്യമൊന്നുമേ എനിക്കില്ല. അവരെന്തിനാ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയാം. നിന്നോട് നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വല്ലവരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അന്നേരം അങ്ങോട്ട് നേരിട്ട് പ്രതികരിക്കാലോ. ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പം അന്നേരം തന്നെ അങ്ങ് പ്രതികരിച്ചാൽ തീർന്നില്ലേ? പിന്നെ അവർക്കൊക്കെ അശ്വതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. അയൽവക്കംകാരെ പോലെ അല്ലല്ലോ, ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ. അവരെത്ര കാലം കൊണ്ട് കാണുന്ന അശ്വതി മോളെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ അവളെ. അപ്പൊ അങ്ങനെ ഒരു കൊച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും. ഓ, ഒരു അശ്വതി മോള് എന്തിന് കൊള്ളാം അവരെ. എന്തിനു കൊള്ളാം?
കുറച്ച് വീട്ടിലെ പണിയൊക്കെ എടുക്കും, ശരിയാ. വിദ്യാഭ്യാസം ഉണ്ടോ? പോട്ടെ, അതില്ലെങ്കിൽ കുഴപ്പമില്ല. അമ്മയുടെ മകന്റെ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടിട്ട് അവക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. പിന്നെ എന്ത് മേന്മയുള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഏത് നേരം ഒരു അശ്വതി മോള് പോലും. രമ്യേ, അഹങ്കാര വർത്താനം നിർത്തിക്കോ കേട്ടോ. നീ എന്തൊക്കെ പറയുന്നതിനുള്ള ബോധമുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞത് അമ്മയൊന്ന് ചിന്തിച്ചു നോക്ക്. ചിന്തിക്ക്. മൂത്ത മകന്റെ ജീവിതമേ പോയി. അവളിനി പ്രസവിക്കത്തൊന്നുമില്ല. അതൊന്നും അമ്മ പ്രതീക്ഷിക്കണ്ട. എന്നിട്ട് ഇപ്പോഴും അമ്മയ്ക്ക് വലുത് അവളെയാ. മകന്റെ കൊച്ചിനെ വയറ്റിട്ടുകൊണ്ട് നിൽക്കുന്ന എനിക്കൊരു വിലയുമില്ല. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരുപോലെ കണ്ടേ സ്നേഹിച്ചിട്ടുള്ളൂ. എന്റെ ആമക്കളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ഉപകരണം മാത്രമായിട്ടല്ല ഞാൻ എന്റെ മരുമക്കളെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ദയവേത്. എന്റെ അമ്മേനെ വിളിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നത്? രമ്യമോൾ അവളുടെ വീട്ടിലേക്ക് പോയടാ. അവളുടെ അച്ഛൻ വന്നായിരുന്നേ, അവളെ കൂട്ടിക്കൊണ്ട് പോയി. ഇനി ഏതായാലും പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളതെന്നും പറഞ്ഞിട്ടാ പോയത്. രണ്ട് മരുമക്കള് വന്നു. രണ്ടുപേരെ ഞാൻ മരുമക്കളായിട്ട് കണ്ടല്ല സ്നേഹിച്ചത്, സ്വന്തം മക്കളെ പോലെയാ, കൂട്ടുകാരെ പോലെയായിരുന്നു ഞാൻ അവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നതേ. എന്നിട്ട് രണ്ടുപേരും പോയല്ലോ നോക്കട്ടെ ഇവിടുന്ന് ഇറങ്ങി. ആ വീട്ടിൽ പോവാന്ന് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ പോയിട്ട് വരട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ. അമ്മ വെറുതെ വിഷമിക്കാതെ, തിരിച്ചു വരുമല്ലോ. അയ്യോ, വാ വാ മോളെ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണോ? ആ, ഉറങ്ങും അമ്മേ. ആ, ഇങ്ങ് കൊണ്ടുവാ. എന്നാ രമ്യേ, വാങ്ങിക്ക് രമ്യേ, കൊച്ചിനെ വാങ്ങിക്ക്. പിള്ളേർക്ക് പേര് വല്ലതും കണ്ടു വെച്ചായിരുന്നോ മോളെ? ഇല്ലമ്മേ, പേരൊന്നും ഇട്ടിട്ടില്ല. നല്ലൊരു പേര് പറ രമ്യ. രമ്യ പറയുന്ന പേരെ എന്തായാലും പിള്ളേർക്ക് ഇടുന്നുള്ളൂ. എന്തിനാ വെറുതെ കരയുന്നേ? എന്താ പറ്റിയേ? ചേച്ചിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കാതെ പോയി. ഞാൻ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ ചേച്ചി എന്നോട് പൊറുക്കണം. നീ കൊച്ചിനെ പിടിച്ചേ, എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. വാ ചേച്ചി, വാ വാ. അവളുടെ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാ സ്റ്റെയർ കേസിൽ നിന്ന് താഴോട്ട് വീണത്. അങ്ങനെ കുഞ്ഞു പോയി. പിന്നെ ആരോടും മിണ്ടാട്ടവും പറച്ചിലും ഒന്നും ഇല്ലായിരുന്നു. അവളുടെ മട്ടുമാവോ ഒക്കെ കണ്ടിട്ടേ എല്ലാരും അങ്ങ് പേടിച്ചു പോയായിരുന്നു. അല്ലമ്മേ, ഇതിപ്പോ കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ? പിന്നെ അവള് പ്രഗ്നന്റ് ആയൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ പ്രസവിച്ച് ഇരട്ടക്കുട്ടികളാന്നൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. കാണാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നപ്പം അവളെയും കൂടി വിളിച്ചതാ. അവക്കെന്തോ വരാനൊരു വിഷമം പോലെ, പിന്നെ അങ്ങ് നിർബന്ധിച്ചുമില്ല. നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുകയല്ലേ മോളെ പിള്ളേരെയും കൊണ്ട്? അയ്യോ ഇല്ലമ്മേ, നാളെ തന്നെ പോണം. പോകാതിരിക്കാൻ പറ്റൂല. ഞാൻ പിന്നെ ഒന്ന് വന്ന് എല്ലാരെയും കണ്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, നാളെ തന്നെ പോണോ? പിള്ളേരെ ആണെങ്കിൽ ഒന്ന് കണ്ണു നിറച്ച് കണ്ട് കൊതി തീർന്നില്ല അമ്മയ്ക്ക്. അമ്മ വിഷമിക്കണ്ട, ഞാൻ കുറച്ചു ദിവസം കഴിയുമ്പോൾ വരാം. അന്നേരം എന്തായാലും കുറച്ച് നാൾ നിന്നിട്ടേ പോകുള്ളൂ. അമ്മ അതുകൊണ്ട് വിഷമിക്കാതിരിക്കെ. അമ്മേ, രണ്ട് വീട്ടിൽ താമസിക്കുന്നത് തന്നെയാ നല്ലത്. എല്ലാരും കൂടി ഒരു വീട്ടിൽ താമസിച്ചാൽ ഇനി ഇതുപോലെ എന്തെങ്കിലും വഴക്കുണ്ടാവും. അങ്ങനെ പിന്നെ ഒരിക്കലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പിരിഞ്ഞു പോകുന്നതിലും നല്ലത് ഇങ്ങനെ കഴിഞ്ഞാൽ ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും.